ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, മെഷീൻ ലേണിംഗ്, ഡീപ്പ് ലേണിംഗ്, ജെൻ എ ഐ, ഈ ടേംസ് ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? പക്ഷേ ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നറിയോ? ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ ഒരു മെഷീനെ അല്ലെങ്കിൽ ഒരു സിസ്റ്റത്തിനെ ക്രിയേറ്റ് ചെയ്യുക. എങ്ങനെ? നമ്മൾ മനുഷ്യൻ ഹ്യൂമൻ ഇൻ്റലിജൻസ് വെച്ചിട്ട് നമ്മൾ ലേൺ ചെയ്യുന്നു, പ്രോബ്ലം സോൾവ് ചെയ്യുന്നു, ഡിസിഷൻ മേക്കിംഗ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഒരു മെഷീൻ കേപ്പബിൾ ആക്കുക എന്നുള്ളതാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനുള്ള ഒരു അപ്രോച്ചാണ് മെഷീൻ ലേണിംഗ്. മെഷീൻ ലേണിങ്ങിൽ നമ്മൾ ഡേറ്റ ഒക്കെ കൊടുത്ത് ഒരു മെഷീനെ ട്രെയിൻ ചെയ്തെടുക്കും ടു പെർഫോം സം ടാസ്ക്. കുറച്ച് ടാസ്ക് ഒക്കെ പെർഫോം ചെയ്യാനായിട്ട് നമ്മളൊരു മെഷീനെ നമ്മൾ ട്രെയിൻ ചെയ്തെടുക്കും. ഇനിയിപ്പം ഡീപ്പ് ലേണിങ്ങും ജനറേറ്റീവ് എ ഐയും എന്താണെന്ന് നോക്കാം. ജനറേറ്റീവ് എ ഐ എന്ന് പറയുമ്പോൾ അതിൻ്റെ പേരിൽ നിന്ന് തന്നെ നമുക്കറിയാം, പുതിയ കണ്ടൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു മെഷീൻ ലേണിങ്ങിൻ്റെ സബ്സെറ്റാണ്. നമുക്ക് ടെക്സ്റ്റോ വീഡിയോസോ മ്യൂസിക്കോ ഇമേജസോ എന്തായാലും പുതിയ കണ്ടൻസ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ട്രഡീഷണൽ എ ഐയും ജെൻ എ ഐയും തമ്മിൽ എന്താ വ്യത്യാസം? അതിനൊരു എക്സാമ്പിൾ പറയാം. നമ്മളിപ്പോൾ ഒരു കുട്ടീനെ പെയിൻറ്റിങ് ചെയ്യാൻ പഠിപ്പിക്കുകയെന്ന് വെച്ചോ. അപ്പോൾ നമ്മളൊരു പഠിപ്പിക്കുന്നതിന് മുമ്പ് ഒരു പടം കാണിച്ചിട്ട് പറയാം, ഇതാണ് ഗുഡ് പെയിൻറ്റിങ്ങിന് ഒരു എക്സാമ്പിൾ, ഇതുപോലെ ആയിരിക്കണം ഒരു ഗുഡ് പെയിൻറ്റിങ് വരുന്നത്, ഒരു ഗുഡ് പെയിൻറ്റിങ്ങിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഇങ്ങനെയൊക്കെയാണ്. അങ്ങനെ കുറേ സെറ്റ് ഓഫ് റൂൾസ് ഒരു കുട്ടിക്ക് പറഞ്ഞു കൊടുത്ത് പഠിപ്പിക്കുക എന്നതാണെങ്കിൽ അതൊരു ട്രഡീഷണൽ എ ഐക്ക് എക്സാമ്പിളാണെന്ന് പറയാം. ജനറേറ്റീവ് എ ഐയിൽ നമ്മൾ കുറേ പെയിൻറ്റിങ്സ് കാണിച്ചിട്ട് ഈ കുട്ടിക്ക് നമ്മൾ കുറച്ച് ബ്രഷും കളേഴ്സും ഒക്കെ കൊടുത്തിട്ട് നിനക്ക് ഇഷ്ടമുള്ളതുപോലെ നീ പഠിച്ചത് വെച്ചിട്ട് ഒരു പടം വരയ്ക്കാൻ പറയുക. അത് സ്വന്തമായിട്ട് യുണീക്കായിട്ടുള്ളൊരു പെയിൻറ്റിങ് ജനറേറ്റ് ചെയ്യാൻ പറയുക. അപ്പോൾ ജനറേറ്റീവ് എ ഐ എന്ന് പറയുമ്പം പഠിച്ച ഇൻഫർമേഷൻസ് വെച്ചിട്ട് യുണീക്കായിട്ട് കണ്ടൻസ് അല്ലെങ്കിൽ ഐഡിയാസ് ക്രിയേറ്റ് ചെയ്യുക, ജനറേറ്റ് ചെയ്യുക. അത് അതിൻ്റെ പേരിൽ നിന്ന് തന്നെ മനസ്സിലാവുമല്ലോ. ഇനി ഡീപ്പ് ലേണിംഗ്. ഡീപ്പ് ലേണിംഗ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ ഡീപ്പായിട്ട് നമ്മുടെ ഡേറ്റയിൽ നിന്നും കോംപ്ലക്സ് പാറ്റേൺസ് ഒക്കെ അനലൈസ് ചെയ്തെടുക്കും. അപ്പോൾ അതിൽ ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക് ഒക്കെ യൂസ് ചെയ്ത് കുറേ ഡിഫറെൻറ്റ് ലെയേഴ്സ് ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് ഈ അൺസ്ട്രക്ചേർഡ് ആയിട്ടുള്ള ടെക്സ്റ്റ് ആയാലും ഇമേജ് ആയാലും ഓഡിയോ ആയാലും അതിനകത്ത് നിന്ന് ഡേറ്റ എക്സ്ട്രാക്ട് ചെയ്തെടുക്കും. ഇപ്പം നമ്മുടെ വോയിസ് അസിസ്റ്റൻറ്റ്, നമ്മുടെ അലക്സ, സിരി ഒക്കെ ഇല്ലേ, പിന്നെ അതുപോലെ സ്വന്തമായിട്ട് ഓടിക്കുന്ന കാറ്, സെൽഫ് ഡ്രൈവിംഗ് കാറ്, പിന്നെ ഫേസ് റെക്കഗ്നീഷൻ, അതൊക്കെ അതിനൊരു എക്സാമ്പിളാണ്. അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒരു ഹ്യൂമൻ ഇൻ്റലിജൻസിനെ അച്ചീവ് ചെയ്യാൻ വേണ്ടി സിസ്റ്റത്തിനെ കേപ്പബിൾ ആക്കുന്നതാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. അതിന് വേണ്ടിയിട്ടുള്ളൊരു അപ്രോച്ചാണ് മെഷീൻ ലേണിംഗ്. മെഷീൻ ലേണിങ്ങിൽ പലതരത്തിൽ നമുക്ക് മെഷീൻ ലേണിംഗ് ചെയ്യാം. നമുക്ക് ജനറേറ്റീവ് എ ഐയോ ഡീപ്പ് ലേണിങ്ങോ അങ്ങനെ പലതരത്തിൽ ചെയ്യാം. ഇനിയിപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് LLM എന്താ, മൾട്ടി മോഡൽ എന്താ, അങ്ങനത്തെ കുറച്ച് ടേംസ് പഠിക്കാം. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഫോളോ ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം.